ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫണ്ട് ഫ്ലോ അനാലിസിസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫണ്ട് ഫ്ലോ അനാലിസിസിലാണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചത്. അപ്പോൾ ആ ഒരു റൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പുതിയൊരു ടോപ്പിക്കാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫണ്ട് ഫ്ലോയ്ക്കകത്ത് അല്ലെങ്കിൽ ഫണ്ടിനകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നാരോ സെൻസിൽ ഫണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ആണ് മീനിങ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഒരു ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത് ക്യാഷ്, അതുപോലെ തന്നെ ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകണം അല്ലേ. അതായത് ക്യാഷ് ആവശ്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ അവൈലബിൾ ആണ് എങ്കിലാണ് ആ ബിസിനസ് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ അനാലിസിസിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ ക്യാഷ് ഫ്ലോ അനാലിസിസിന് വേണ്ടിയിട്ട് ആ ഒരു ഇമ്പോർട്ടൻസ് വന്നത് എന്നും അതുപോലെ അത് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലാണ് പറയുന്നതെന്നും പിന്നീട് നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ് തയ്യാറാക്കുന്നത് എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. ക്യാഷ് ഫ്ലോ അനാലിസിസിൽ നമ്മൾ ആദ്യം പറയുന്നുണ്ട് ക്യാഷ് പ്ലേ എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദി എൻറ്റയർ ഇക്കണോമിക് ലൈഫ് ഓഫ് എ ബിസിനസ്. നമ്മളിപ്പോൾ പറഞ്ഞതാണ് അല്ലേ, ഒരു ബിസിനസ്സിൻ്റെ ഇക്കണോമിക് ലൈഫ്, എൻ്റയർ ഇക്കണോമിക് ലൈഫിനെയും എന്താണ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്യാഷ് എന്ന് പറയുന്ന സാധനത്തിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ആണുള്ളത്. ദ ടേം ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫണ്ട് കുഡ് ഓൾസോ ബി യൂസ്ഡ് ടു മീൻ ക്യാഷ്. നമ്മൾ ഫണ്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എന്ന് നമ്മുടെ പോപ്പുലർ സെൻസിൽ പറഞ്ഞിരുന്നു അല്ലേ. പക്ഷെ നാരോ സെൻസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഫണ്ട് കുഡ് ഓൾസോ ബി യൂസ്ഡ് ടു മീൻ ക്യാഷ്. എന്താണ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് എന്ന് നമ്മൾ നാരോ സെൻസിൽ പറയുന്നതുണ്ട്. ക്യാഷ് ഈസ് എ പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ബട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഡസ് നോട്ട് മീൻ ക്യാഷ് ഒൺലി. എന്താണ് ക്യാഷ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ്, അല്ലാണ്ട് എന്താ വർക്കിംഗ് ക്യാപിറ്റൽ ഫുള്ളും ക്യാഷ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ബാക്കിയുള്ള അതർ കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസിന്റെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് എപ്പോഴും ബ്രോഡർ സെൻസിൽ അല്ലെങ്കിൽ ബ്രോഡർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്നത്. ഈ ഒരു സെന്റൻസ് നിങ്ങൾ പഠിച്ചിരിക്കുക, കാരണം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഇത് തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. ചിലപ്പം ക്യാഷ്, ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് ഈസ് എ പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ബട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഡസ് നോട്ട് മീൻ ക്യാഷ് ഒൺലി. ഇത് പഠിച്ചു വെക്കുക. ഇത് നേരെ തിരിച്ചിട്ട് അവർ ചോദിക്കും, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ പാർട്ട് ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അങ്ങനെയാവുമ്പോൾ ശരിയാവുമോ? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാഷിന്റെ ഒരു പാർട്ട് അല്ല, തിരിച്ചാണ്. എന്ത്, ക്യാഷ് ആണ് എന്തിന്റെ പാർട്ട്, വർക്കിംഗ് ക്യാപിറ്റലിന്റെ പാർട്ട്. അപ്പോൾ എപ്പോഴും ബ്രോഡർ കോൺസെപ്റ്റ് ഏതാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഹെൻസ് എനി ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡസ് നോട്ട് നെസസറിലി മീൻസ് ചേഞ്ച് ഇൻ ക്യാഷ്. എന്താ, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് ഉടനെ തന്നെ നമ്മൾ മീൻ ചെയ്യേണ്ടത് ക്യാഷിനകത്ത് ചേഞ്ച് ഉണ്ടായി എന്നല്ല. കാരണം എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് മാത്രമല്ല, വേറെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കും എന്തിൽ ചേഞ്ച് വന്നത്, വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായി എന്ന് കരുതുക. അതിൻ്റെ അർത്ഥം എന്തല്ല, ക്യാഷിലുണ്ടായ ചേഞ്ച് എന്ന് മാത്രമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ആകാം. വാട്ട് ബ്ലഡ് ഈസ് ടു ഹ്യൂമൻ ബോഡി ഇറ്റ് ക്യാഷ് ടു ബിസിനസ് എൻ്റർപ്രൈസ്. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ബ്ലഡിന് എന്ത് ഇമ്പോർട്ടൻസ് ആണോ ഉള്ളത്, അതേപോലെ തന്നെ ഒരു ബിസിനസ്സിന് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാഷ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിസിനസ്സിൽ എന്താ ക്യാഷിന് കിട്ടുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദി ഇക്കണോമിക് ലൈഫ് ഓഫ് എ ബിസിനസ് ഫേം. ഇതെന്താണ്, ഒരു ബിസിനസ്സിന്റെ ഇക്കണോമിക് ലൈഫിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് വഹിക്കുന്ന ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്, ക്യാഷ് എന്ന് പറയുന്നത്. മേജർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓഫ് എ ഫേം ഈസ് ടു മെയിൻറ്റെയിൻ ആൻ ആഡ്വക്കേറ്റ് ബാലൻസ് ഓഫ് ക്യാഷ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആഡ്വക്കേറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള, എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ക്യാഷ് എവിടെ വേണം, ബിസിനസ്സിനകത്ത് വേണം. ഇതാണ് എവിടെ പറയുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മേജർ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ദ എസൻസ് ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് ടു പ്രൊവിഷൻ ഓഫ്
ഓഫ് ക്യാഷ് ഇൻ സഫീഷ്യന്റ് എമൗണ്ട് ആൻഡ് ഇൻ പ്രോപ്പർ ടൈം ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദി ബിസിനസ്. എന്താണ്, കൃത്യസമയത്ത് നമ്മുടെ ബിസിനസിന്റെ നീഡ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ക്യാഷ് എന്തുണ്ടായിരിക്കണം, സഫീഷ്യന്റ് അളവിൽ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഫിനാൻസ് ഫംഗ്ഷൻ എയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സമയത്ത് ആവശ്യമായിട്ട് അത്രയുള്ള ക്യാഷിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത്. ക്യാഷ് ഈസ് സ്പെൻഡ് ഫോർ നോൺ ക്യാഷ് അസറ്റ് ആൻഡ് ദീസ് അസറ്റ് ആർ ഇൻ ടേൺ കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു ക്യാഷ്. അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മൾ നോൺ ക്യാഷ് അസറ്റുകളിൽ സ്പെൻഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ അസറ്റുകൾ പിന്നീട് എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ആകുന്നതാണ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, അതായത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന ക്യാഷ്, അതുപോലെ തന്നെ ലേബേഴ്സിന് വേജസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന ക്യാഷ്, സാലറീസും അതർ എക്സ്പെൻസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന ക്യാഷ്, ഇതൊക്കെ ഇൻകേർഡ് ഇൻ ഓപ്പറേറ്റിംഗ് ദ ബിസിനസ് ആർ കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു ക്യാഷ്. നമ്മൾ ആ ക്യാഷിന്റെ ഒരു സൈക്കിളാണ് പറഞ്ഞത്. നമ്മുടെ ബിസിനസ്സിൽ ഇരിക്കുന്ന ക്യാഷ് അവിടെ തന്നെ വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയാണോ? ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോൺ ക്യാഷ് അസറ്റുകൾ വാങ്ങിക്കും, അതിനുശേഷം റോ മെറ്റീരിയൽസ് വാങ്ങിക്കും. ആ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് ലേബേഴ്സിനെ കൊണ്ടുവരും, അവർക്ക് വേജസും സാലറീസും അതർ എക്സ്പെൻസും ഒക്കെ കൊടുക്കും. പിന്നീട് ഇത് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആയിട്ട് തന്നെ മാറും. എങ്ങനെയാണ്, നമ്മൾ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? ഇത് നമ്മൾ വിൽക്കുമ്പോൾ വീണ്ടും എന്താവും, നമുക്ക് ക്യാഷിന്റെ ഇൻഫ്ലോ ആവും. അപ്പോൾ ക്യാഷ് എങ്ങനെയാണ് കറങ്ങി കറങ്ങി, അതായത് ആ ഒരു സൈക്കിളിൽ നമ്മൾ പല സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് തിരിച്ച് വീണ്ടും ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ടേം പഠിക്കുന്നുണ്ട്. ഏറ്റവും പെട്ടെന്ന് ക്യാഷ് ആയിട്ട്, അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് ക്യാഷിന്റെ അവൈലബിലിറ്റി ഉണ്ട് എങ്കിൽ ആ ഒരു ഫേം ലിക്വിഡ് ഫേം ആണ് എന്ന് പറയാം. അതായത് ഈ ഒരു സൈക്കിളിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് എങ്കിൽ അവിടെ ലിക്വിഡിറ്റി കുറവാണ്. ഇത് പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ നടക്കുന്നു, എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു, അങ്ങനെ ക്യാഷ് നമ്മൾ യൂസ് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് സെയിൽ നടത്തി ക്യാഷ് കിട്ടുന്നു എങ്കിൽ അവിടെ ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ക്യാഷ് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ആരായിട്ട് തന്നെ മാറും, ക്യാഷ് ആയിട്ട് തന്നെ മാറും. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ് ആണ്. അതായത് ഒരു സാധനം ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്ന എബിലിറ്റി ആണ് നമ്മൾ ലിക്വിഡിറ്റി എന്നറിയപ്പെടുന്നത്. ദിസ് മൂവ്മെന്റ് ഓഫ് ക്യാഷ് ഈസ് ഓഫ് എ വൈറ്റൽ ഇമ്പോർട്ടൻസ് ടു മാനേജ്മെന്റ്. നമ്മുടെ മാനേജ്മെന്റിന് ഈ ഒരു മൂവ്മെന്റ്, അതായത് ക്യാഷ് പല രീതിയിൽ മാറി പിന്നെ എവിടെ എത്തണം, തിരിച്ച് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആയിട്ട് എത്തണം അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ ദൈർഘ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ മാനേജ്മെന്റിനെ അത് ബാധിക്കുന്നതാണ്, അവരുടെ പല ഡിസിഷനെയും പ്രോഫിറ്റബിലിറ്റിയൊക്കെ ബാധിക്കുന്നതാണ്. റിയലൈസിംഗ് ദീസ് ഇമ്പോർട്ടൻസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ, മറന്നു പോകരുത്, ഈ ഒരു റിലവൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ റിവൈസ് ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. AS3 എന്ത് പറഞ്ഞത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞത്. അപ്പോൾ അവരെന്ത് ചെയ്തു എന്നാ പറഞ്ഞത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ICAI റിവൈസ്ഡ് ദി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 or AS3 in 1997 through which the preparation of cash flow statement is made mandatory to show cash flow from operating, investing and financing activities separately. എന്താ പറഞ്ഞത്, ഈ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻസ് കണക്കിലെടുത്തുകൊണ്ട് 1997 നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 റിവൈസ് ചെയ്തു. അവിടെ എന്താ പറഞ്ഞത്, നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആക്കി. ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് 3 കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വഴി നമുക്ക് കിട്ടുന്ന ക്യാഷ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി വഴി കിട്ടുന്ന ക്യാഷ്, അതുപോലെ തന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റി വഴി കിട്ടുന്ന ക്യാഷ്, ഇത് 3ഉം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം, എല്ലാ ബിസിനസ്സും പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആക്കി. എന്നാണ് 1997 ആരാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ AS3 എന്ത് ചെയ്തത്, റിവൈസ് ചെയ്തത്. അപ്പോൾ AS3 എന്ന് പറയുന്നത് എന്തിനെ പറ്റിയിട്ടുള്ളതാണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടുള്ളതാണ്. ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് മാൻഡേറ്ററി ആയിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം, 3 ഹെഡുകൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്,
ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പിന്നീട് നമ്മൾ പറയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ ക്യാഷ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. എന്താണ്? ക്യാഷിന്റെ പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടൂൾ ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞത്? AS3 റിവൈസ് ചെയ്തത് 1997 ഈ ഒരു ക്യാഷ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും ഇമ്പോർട്ടൻസ് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ് ഇത് റിവൈസ് ചെയ്തത്. ഇത് റിവൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എന്ത് മാൻഡേറ്ററി ആക്കിയത്? പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് മാൻഡേറ്ററി ആക്കിയത്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന് 3 പാർട്ടുകളാണുള്ളത്. എന്തൊക്കെയാണ്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിംഗ് ആക്ടിവിറ്റി. ഇനി നമുക്ക് എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഒരു മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കാം. Cash flow statement is an analytical statement prepared by the management accountant depicting the reason for the changes in cash position from one period to another. എന്താ പറഞ്ഞത്? ഒരു പീരീഡിൽ നിന്ന് മറ്റൊരു പീരീഡിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബിസിനസിന്റെ ക്യാഷ് പൊസിഷനകത്ത് എന്ത് വ്യത്യാസമാണ് വന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വ്യത്യാസത്തിന്റെ റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് തയ്യാറാക്കുന്ന ഒരു അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? റീസൺ ഫോർ ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ. റീസൺസ് ഫോർ ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ ഫ്രം വൺ പീരീഡ് ടു അനദർ. ഒരു പീരീഡിൽ നിന്ന്, ഈ വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് വന്നപ്പോൾ എന്താണ് നമ്മുടെ ക്യാഷ് പൊസിഷനിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള റീസൺ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന, ആര് തയ്യാറാക്കുന്നതാണ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് തയ്യാറാക്കുന്ന ഒരു അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഹെൽപ് ദി മാനേജ്മെന്റ് ഇൻ മേക്കിംഗ് പ്ലാൻ ഫോർ ദി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായതുകൊണ്ട് മാനേജ്മെന്റിന് എന്തെടുക്കാൻ പറ്റുന്നു? ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലെ ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിനെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞതാണ് വൺ പീരീഡ് ടു അനദർ. 2 ഡിഫറെന്റ് ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ പ്രീവിയസിലെയും കറണ്ട് ഇയറിലെയും ബാലൻസ് ഷീറ്റ്, 2 പീരീഡിലെ ബാലൻസ് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഫണ്ട് ഫ്ലോ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ 2 പീരീഡിലെ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട്, ബാലൻസ് ഷീറ്റിലാണല്ലോ ക്യാഷിന്റെ പൊസിഷൻ ഉള്ളത്. അസറ്റ് സൈഡിൽ ക്യാഷ് കാണും അല്ലേ? ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും എന്ത് തന്നെയാണ്? ക്യാഷ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പൊസിഷൻ നോക്കുന്നു. ഇപ്പൊ ആദ്യത്തെ ബാലൻസ് ഷീറ്റിൽ 1 ലക്ഷവും രണ്ടാമത്തെ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് 2 ലക്ഷവുമാണ് എങ്കിൽ ആ വ്യത്യാസം ഉണ്ടാകാനുള്ള റീസൺ ആണ് നമ്മൾ എവിടെ കാണിക്കുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെയും 2 പീരീഡ് വേണം. വൺ പീരീഡ് ടു അനദർ എന്ന് പറയുന്നത് ഒരു പീരീഡിൽ നിന്ന് മറ്റൊരു പീരീഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്യാഷ് പൊസിഷനിനകത്ത് ഉണ്ടായ ചേഞ്ചസിന്റെ റീസൺ ആണ് എവിടെ നമ്മൾ കാണിക്കുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത്. ഇത് തയ്യാറാക്കുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. മറന്നുപോരുത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനകത്താണ് അത്. ആ ഒരു ടൂളാണ് ഏതെന്ന് പറയുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. A close scrutiny of the financial statement for a period reveal the nature and source of inflow and outflow of cash. എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഏതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വളരെ ക്ലോസ് ആയിട്ട് വിശകലനം ചെയ്യുന്നത്. അത് വിശകലനം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും മനസ്സിലാക്കുന്നത്. എവിടെ നിന്നാണ് ക്യാഷ് വന്നത്? ആ കിട്ടിയ ക്യാഷിനെ എവിടേക്കാണ് നമ്മൾ കൊണ്ടുപോയത്? ആ ഒരു കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. എ പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വിൽ ഹെൽപ്പ് ദ മാനേജ്മെന്റ് ഇൻ അസറ്റ് how much cash will be available to meet the obligation to trade creditors, to repay bank loan and to pay dividend to shareholders. എന്താണ്? ഒരു പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് എങ്കിൽ അത് നമ്മളെ എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത്? മാനേജ്മെന്റിന് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നു? എങ്ങനെയാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്, അതുപോലെ തന്നെ ആ ക്യാഷ് നമ്മൾ എവിടേക്കാണ് ഇപ്പോൾ ട്രേഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത്, ബാങ്ക് ലോൺ പേ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നത്, ഇങ്ങനെ പല രീതിയിലായിരിക്കും നമ്മൾ അതിനെ കൊടുക്കുന്നത് അല്ലേ? അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്ത് കിട്ടുന്നു? ഒരു
ഐഡിയ ആർക്ക് കിട്ടുന്നു? മാനേജ്മെന്റിന് കിട്ടുന്നു. അപ്പോൾ ഒരു പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എങ്കിൽ അത് മാനേജ്മെന്റിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവർക്ക് മനസ്സിലാകുന്നു അസർട്ടൈനിങ് ഹൗ മച്ച് ക്യാഷ് വിൽ ബി അവൈലബിൾ, എത്രമാത്രം ക്യാഷ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രെഡിറ്റേഴ്സിന്, നമ്മുടെ സപ്ലയേഴ്സ് ആണ്, പൈസ കൊടുക്കാനുള്ളവരാണ്, അവർക്ക് കൊടുക്കാൻ, ബാങ്കിൽ പോയി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റീപേ ചെയ്യാൻ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് എത്രമാത്രം ക്യാഷ് ആണ് നമ്മുടെ ബിസിനസ്സിൽ അവൈലബിൾ ആകുന്നത് അല്ലെങ്കിൽ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് നോക്കിയാൽ മനസ്സിലാകും? പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് മാനേജ്മെന്റിന് മനസ്സിലാകുന്നതാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ്, നമ്മളൊരു ഡെഫിനിഷനിലേക്കാണ് പോകുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ സമ്മറി ഓഫ് ദി ആക്ച്വൽ ഓർ ആന്റിസിപ്പേറ്റഡ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഇൻ എ ഫേം ഓവർ ആൻ അക്കൗണ്ടിംഗ് പീരീഡ് by making the analysis down to operating, investing and financing activity. 3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 3 കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഡെഫിനിഷൻ വന്നിരിക്കുന്നത്. ഡെഫിനിഷനിൽ പറയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സമ്മറിയാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് എത്ര ആക്ച്വലോ അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡോ ആയിട്ട് ക്യാഷിന്റെയോ ക്യാഷ് ഇക്വലന്റോ വന്നതും പോയതും, ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വൽ ഓർ ആന്റിസിപ്പേറ്റഡ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഇൻ ദി ഫേം, നമ്മുടെ ഫേമിലേക്ക് എന്താണ് ആക്ച്വലോ ആന്റിസിപ്പേറ്റഡോ ആയിട്ട് ക്യാഷോ അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻസോ വരികയും പോവുകയും ചെയ്തതിൻ്റെ ഒരു സമ്മറിയാണ് എന്തെന്ന് പറഞ്ഞത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഇതെന്നായിരിക്കും? ഓവർ ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ബൈ മേക്കിംഗ് ദി അനാലിസിസ് ഡൗൺ ടു. ഇവിടെ എന്താണ്? ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ 3 തട്ടുകളാണുള്ളത് അല്ലെങ്കിൽ 3 ഹെഡിങ്ങുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അതായത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ലാസ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഈ 3 അനാലിസിസ് ആയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? നമ്മുടെ ക്യാഷിന്റെ ഇൻഫ്ലോയെയും അല്ലെങ്കിൽ ഇൻകമിങ്ങിനെയും ഔട്ട് കമ്മിങ്ങിനെയും എന്താണ് ഒരു സമ്മറിയാക്കി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഡെഫിനിഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിന്റെ, ഒരു ഫേമിലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിന്റെ ആക്ച്വൽ അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് കാണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സമ്മറിയാണ് ഏതെന്ന് പറയുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഇവിടെ 3 തട്ടുകളായിട്ട് അല്ലെങ്കിൽ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കണ്ടുപിടിക്കുന്നത്. ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നും ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്നും അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഈ 3 ഹെഡിലും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉണ്ടാകും. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മുടെ ക്യാഷ് പൊസിഷനിൽ മാറ്റം വന്നതിൻ്റെ റീസൺ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഏത് വഴി? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വഴി. താങ്ക് യു ഓൾ.